ഗോഡ്. ശരിക്കും പറഞ്ഞാൽ ബ്രദറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് തോന്നിയത്. വേറൊന്നുമല്ല, കരുണയെക്കുറിച്ച് ബ്രദർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പലപ്പോഴും 1-to-1 ബേസിസിൽ പലരോടും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുള്ളതാണ്. പക്ഷെ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. ഈവൻ ഇപ്പം ജീന പറഞ്ഞ പോലെ ഈവൻ അച്ഛന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയല്ല. ഐ തിങ്ക് മേ ബി ബിക്കോസ് ഇപ്പോൾ അന്ന് പൗലോസ്ലിയ പറഞ്ഞു ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ഇന്ന് പൗലോസ്ലിയ അത് പറയത്തില്ലെന്ന് തോന്നുന്നു, കാരണം ഞാനാണ് പാപികളിൽ ഒന്നാമൻ. എന്നോട് ഈശോ കാണിക്കുന്ന കരുണ അത്ര വലുതായതുകൊണ്ടായിരിക്കാം ചിലപ്പം എൻ്റെ അടുത്ത് വരുന്നവർ, ചിലപ്പം പിള്ളേരെ തല്ലുന്നവർ, പിള്ളേർ പഠിക്കുന്നില്ല, അനുസരണക്കേട് കാണിക്കുന്നവർ, ശിക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് വരുന്നവരോട് ഞാൻ പറയും ഒരിക്കലും ശിക്ഷിക്കരുത്, അടിക്കരുതെന്ന് പറയുമ്പം ഉൾക്കൊള്ളാൻ പറ്റിയല്ല. എന്നോട് പലരും വഴക്കിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്ത് മണ്ടത്തരാ പറയുന്നതെന്ന് ആരോട് ചോദിച്ചാലും ആരും ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ജയിലുകളെല്ലാം തുറന്നു വിടണം. ഞാൻ ജയിൽ ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. അവരെ കാണുമ്പോഴേ എനിക്ക് സങ്കടം. ഞാൻ വിചാരിക്കും ജയിലെല്ലാം തുറന്നു വിട്ടാൽ അവരോട് സ്നേഹം കാണിച്ച് അവർ മാനസാന്തരപ്പെടുമല്ലോ. ഈ കോടതിയും ഈ പോലീസും പട്ടാളം ഇതെല്ലാം പൊട്ടണം, ഇതൊന്നും കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല അത് ശരിയാണോ എന്ന്. അതെനിക്ക് തോന്നുന്നു ബിക്കോസ് ഐ എം സച്ച് എ ബിഗ് സിന്നർ ആൻഡ് ഐ എം റിസീവിങ് സോ മച്ച് ഓഫ് മേഴ്സി ഫ്രം ദ ലോർഡ്. ഒത്തിരി കരുണ എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ മക്കളിൽ ഞാനൊക്കെ മൂത്ത മോൻ മാലാഹ കുഞ്ഞായിരുന്നു, അവന് ഞാൻ വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല. രണ്ടാമത്തെ മോൻ 4 വയസ്സായപ്പോൾ അനുസരണക്കേട് കാണിക്കുവാനും നല്ലപോലെ ക്രൂരമായിട്ട് ഞാൻ അവനെ അടിച്ചിട്ടുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അനുസരണക്കേണ്ട കാര്യം. ഒരു ദിവസം അവൻ എന്നോട് അനുവാദം ചോദിച്ചിട്ട് എന്നെ തിരിച്ചടിച്ചു. അന്ന് എൻ്റെ കണ്ണുകൾ തുറന്നു. പിന്നെ ഞാൻ അവനെ അടിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് ഇപ്പോൾ 21 വയസ്സായി, ഇതുവരെ ഞാൻ അവളെ അടിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി വഴക്ക് പറയാറുണ്ട്, അതിന് എനിക്കൊരു ന്യായീകരണം ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുകയും കുമ്പസാരിക്കുകയും ഈശോയോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പറഞ്ഞുകൊണ്ട് അപ്പോൾ പലരും എന്നോട് പറയും വട്ടാണ്, ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്. ഐ ഡോണ്ട് സേ ഷീ ഈസ് എ പെർഫെക്റ്റ് ഗേൾ, ഷീ ഈസ് നോട്ട് പെർഫെക്റ്റ്. പക്ഷെ എന്നാലും എനിക്കൊരു ന്യായീകരണം അതിനകത്ത് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എൽഡേഴ്സിനോട്, അച്ഛന്മാരോടൊക്കെ. പക്ഷെ നോബഡി ആക്സെപ്റ്റ്സ്. സ്പാങ്കിങ് വേണം, ശിക്ഷിച്ച് തന്നെ വളർത്തണം എന്നാണ് പലരും പറയുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈശോ എന്നെ ശിക്ഷിച്ചില്ലല്ലോ, ഈശോ എന്നെ അടിക്കുന്നില്ലല്ലോ, ഇത്രയും വലിയ പാപിയായിട്ട്. അങ്ങനെയാണ് ഈശോ വന്ന് ക്രൂശൊക്കെ കയറേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഒരു ചാട്ടുപാറയായിട്ട് വന്ന് നമ്മളെല്ലാവരും അടിച്ചങ്ങ് നന്നാക്കിയാൽ പോരായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ബ്രദർ സംസാരിച്ചപ്പോഴത്തേനും മുഴുവനും എനിക്ക് ഭയങ്കര ആശ്വാസമായി. എന്ന് വെച്ചാൽ ഐ എം നോട്ട് മാഡ് എന്നുള്ളത്. ഐ എം നോട്ട് മാഡ് അബൌട്ട് ഗോഡ് എന്നുള്ളത്.